अद्य श्रीकृष्ण अष्टोत्तरशतनाम स्तोत्रम् तद् पठामः। तद् श्लोकपठनम् इति रूपेण तस्मिन् यद् यद् नाम अस्ति तस्य तस्य नाम्नः रूपम् अपि अस्माभिः पठनं कर्तुं शक्यते। एवम् अस्तु, तत्र प्रथमश्लोकः श्रीकृष्ण कमलानाथो वासुदेव सनातन वसुदेवात्मज पुण्यो लीलामानुषविग्रह। एतद् श्रीकृष्णस्य अष्टोत्तरशतस्तोत्रमस्ति। श्रीकृष्णस्य अष्टोत्तरशतनामानि। तत्र प्रथमं श्रीकृष्ण इति। कमलानाथ वासुदेव सनातन वसुदेवात्मज पुण्य लीलामानुषविग्रह। श्रीकृष्ण भवन्तः जानन्ति, कमलानाथ इत्युक्ते कमलायाः नाथ। कमलायाः नाथ, कमलानाथ, कमलानाथ, കമലയുടെ നാഥൻ, ഭർത്താവ്. കമല എന്ന് പറഞ്ഞാല് ലക്ഷ്മി ഭഗവതിയുടെ ഒരു പേരാണ് കമല എന്ന്. കമലാനാഥ, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ് എന്നർത്ഥം. വാസുദേവ, വസുദേവരുടെ പുത്രനാണ് വാസുദേവ. അതേപോലെ സനാതന എന്ന് പറയുമ്പോ സനാതനമായിട്ടുള്ളത്, നശിക്കാത്തത് എന്നൊക്കെയുള്ള അർത്ഥം. വസുദേവാത്മജ, അതും വാസുദേവ എന്ന് പറഞ്ഞതുപോലെ തന്നെ വസുദേവന്റെ പുത്രൻ എന്നുള്ള അതേ അർത്ഥത്തില് വസുദേവ ആത്മജ, വസുദേവസ്യ ആത്മജ. ആത്മജ എന്ന് പറഞ്ഞാൽ പുത്രനാണ്. ആത്മനി ജാത, അവനവനിൽ ഉണ്ടായവൻ, അതാണ് ആത്മജ. അത് തന്നെ സ്ത്രീലിംഗാകുമ്പോൾ ആത്മജ എന്നായി മാറും. ഇവിടെ ആത്മജ പുല്ലിംഗാണ്. അപ്പൊ വസുദേവ ആത്മജ, വസുദേവസ്യ ആത്മജ, വസുദേവാത്മജ. പുണ്യ, പുണ്യ ഇത്യുക്തെ പുണ്യരൂപേണ വർത്തതേ ഇതി പുണ്യ. ലീലാമാനുഷവിഗ്രഹ, മാനുഷവിഗ്രഹ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വിഗ്രഹത്തോടു കൂടിയ ആള്. വിഗ്രഹം എന്ന് പറയുമ്പോൾ രൂപം, മനുഷ്യരൂപം എടുത്ത എന്നർത്ഥം. മനുഷ്യരൂപം എടുത്ത ആള്. ലീലാമാനുഷ വിഗ്രഹ എന്ന് പറയുമ്പോൾ ലീല കൊണ്ട്, ഭഗവാന്റെ ലീലകളാണ് ഓരോരോ അവതാരങ്ങളും. അതേപോലെ ആ ലീല കൊണ്ട് മനുഷ്യനായിട്ട് വിഗ്രഹമെടുത്ത ആള്. ഇത്രയും പദങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ഓരോരോ പദങ്ങളുടെയും നാമാവലി ചൊല്ലണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ശ്ലോകം ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചൊല്ലി ശീലിക്കാം. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ.
ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ രൂപങ്ങള് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓരോരുത്തരായിട്ട് ചൊല്ലാം. ആദ്യം ശ്രീകൃഷ്ണ, അത് എന്ത് അന്തമാണ് എന്ന് പറയാ, എന്നിട്ട് ആ രൂപം ചൊല്ലാം. ആരാണ് ആദ്യം പറയുന്നത്? ആ, അസ്തു അസ്തു, കരോതു. അകാരാന്ത പുല്ലിംഗ ശ്രീകൃഷ്ണ ശബ്ദ. പിന്നെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൗ ശ്രീകൃഷ്ണാഹ. ഹേ ശ്രീകൃഷ്ണ ഹേ ശ്രീകൃഷ്ണൗ ഹേ ശ്രീകൃഷ്ണാഹ. ശ്രീകൃഷ്ണം ശ്രീകൃഷ്ണാഭ്യാം ശ്രീകൃഷ്ണൈ ശ്രീകൃഷ്ണൗ ശ്രീകൃഷ്ണാൻ. ആ ശരിയാ. ശ്രീകൃഷ്ണം ശ്രീകൃഷ്ണൗ ശ്രീകൃഷ്ണാൻ. തൃതീയ ശ്രീ എന്നുള്ള വേണേ ഒഴിവാക്കുകയും ചെയ്യാട്ടോ. ശ്രീ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് കൃഷ്ണ ചൊല്ലിയാലും മതി. ആ തൃതീയ കൃഷ്ണേന കൃഷ്ണാഭ്യാം കൃഷ്ണൈഹി. ചതുർത്ഥി കൃഷ്ണായ കൃഷ്ണാഭ്യാം കൃഷ്ണേഭ്യഃ. പഞ്ചമി കൃഷ്ണാത് കൃഷ്ണാഭ്യാം കൃഷ്ണേഭ്യഃ. ഷഷ്ഠി കൃഷ്ണസ്യ കൃഷ്ണയോഃ കൃഷ്ണാനാം കൃഷ്ണേ. സപ്തമി കൃഷ്ണേ കൃഷ്ണയോഃ കൃഷ്ണേഷു. അസ്തു, സമീചീനം. അനന്തരപദം. ഹരി ഓം ഗുരുനാഥ. അസ്തു, ഞാൻ ട്രൈ ചെയ്യാം ട്ടോ, അത്രയ്ക്ക് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അസ്തു. കമലാനാഥ അകാരാന്ത പുല്ലിംഗ ശബ്ദ. അസ്തു. കമലാനാഥ കമലാനാഥൗ കമലാനാഥാഃ. ഹേ കമലാനാഥ ഹേ കമലാനാഥൗ ഹേ കമലാനാഥാഃ. ദ്വിതീയ കമലാനാഥം കമലാനാഥൗ കമലാനാഥാൻ. തൃതീയ കമലാനാഥേന കമലാനാഥാഭ്യാം കമലാനാഥൈഹി. ചതുർത്ഥി കമലാനാഥായ കമലാനാഥാഭ്യാം കമലാനാഥേഭ്യഃ. പഞ്ചമി കമലാനാഥാത് കമലാനാഥാഭ്യാം കമലാനാഥേഭ്യഃ. ഷഷ്ഠി കമലാനാഥസ്യ കമലാനാഥയോഃ കമലാനാഥാനാം. സപ്തമി കമലാനാഥേ കമലാനാഥയോഃ കമലാനാഥേഷു. അസ്തു, സമീചീനം. ഹരി ഓം. അനന്തരം വാസുദേവ. അസ്തു, വദതു. അകാരാന്ത പുല്ലിംഗ വാസുദേവ ശബ്ദ. ബാല അല്ല, വാസുദേവ വാസുദേവോ വാസുദേവാ. ഹേ വാസുദേവ ഹേ വാസുദേവോ ഹേ വാസുദേവാഹം. വാസുദേവം വാസുദേവോ വാസുദേവാൻ. വാസുദേവേന വാസുദേവാഭ്യാം വാസുദേവൈഃ. വാസുദേവായ വാസുദേവാ. തൃതീയ വാസു. ഓക്കെ. ചതുർത്ഥി വാസുദേവായ വാസുദേവാഭ്യാം വാസുദേവേഭ്യ.
പഞ്ചമി വാസുദേവാഭ്യാം വാസുദേവേഭ്യാം. ഷഷ്ഠി വാസുദേവസ്യ വാസുദേവയോ വാസുദേവാനാം. अस्तु സപ്തമി വാസുദേവേ വാസുദേവയോ വാസുദേവേഷു. अस्तु समीचीनम् अनन्तरम् अहम् अस्तु सनातनः अकारान्त पुल्लिङ्गे सनातन शब्दः प्रथमा विभक्ति एकवचनं. सनातनः सनातनौ सनातनाः हे सनातन हे सनातनौ हे सनातनाः सनातनं सनातनौ सनातनान् सनातनेन सनातनाभ्यां सनातनैः सनातनाय सनातनाभ्यां सनातनेभ्यः सनातनात् सनातनाभ्यां सनातनेभ्यः सनातनस्य सनातनयोः सनातनानां सनातने सनातनयोः सनातनेषु. अस्तु समीचीनम् अनन्तरम् अहं वदामि. अस्तु अस्तु करोतु. वसुदेवात्मजः अकारान्त पुल्लिङ्ग प्रथम एकवचनं. वसुदेवात्मजः वसुदेवात्मजौ वसुदेवात्मजाः हे वसुदेवात्मज हे वसुदेवात्मजौ हे वसुदेवात्मजाः. वसुदेवात्मजं वसुदेवात्मजौ वसुदेवात्मजान्. वसुदेवात्मजेन वसुदेवात्मजाभ्यां वसुदेवात्मजैः. वसुदेवात्मजाय वसुदेवात्मजाभ्यां वसुदेवात्मजेभ्यः. वसुदेवात्मजात् वसुदेवात्मजाभ्यां वसुदेवात्मजेभ्यः. वसुदेवात्मजस्य वसुदेवात्मजयोः वसुदेवात्मजानां. वसुदेवात्मजे वसुदेवात्मजयोः वसुदेवात्मजेषु. अस्तु समीचीनम् अनन्तरम् അടുത്ത് പുണ്യാന്നല്ലേ? पुण्यशब्द पुण्य പുണ്യശബ്ദം അകാരാന്തം അതെ 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 അപ്പൊ ഇതുപോലെ തന്നെയല്ലേ അകാരാന്ത പുല്ലിംഗ? അതെ അതെ ചൊല്ലാത്ത ഒരാൾ ചൊല്ലിക്കോട്ടെ. ആ ഓക്കെ. ചൊല്ലാത്ത ഒരാൾ ചെല്ലട്ടെ. നമസ്കാരം. ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ. ആ പറ്റുമെങ്കിൽ ചെല്ലൂ, കുഴപ്പമില്ല. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വാസുദേവാത്മജ പുണ്യോ വസുദേവാത്മജ എന്നാണ്. വാസുദേവാത്മജ വസുദേവാത്മജ വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ. अस्तु पुण्यशब्दस्य ചൊല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചൊല്ലാം. അഥവാ ഇല്ലെങ്കിൽ വേറെ ആൾ ചൊല്ലിക്കോളൂ, കുഴപ്പമില്ല. ഇപ്പോ ഇതൊക്കെ ആകാര ഉണ്ടായിട്ടുള്ള രൂപമായോണ്ട് എളുപ്പമുണ്ട്. പുസ്തകം വെച്ചിട്ട് ചൊല്ലിയാലും മതി കേട്ടോ, കുഴപ്പമില്ല. ഒരു പുസ്തകം വെച്ചിട്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു അകാരാന്ത രൂപം വെച്ചിട്ട് അതിനനുസരിച്ച് ചൊല്ലിയാൽ മതി. പുണ്യശബ്ദ
ആരും ചെല്ലുന്നില്ലെങ്കിൽ എന്തെല്ലാം സമയം പോകണം അല്ലേ? അസ്തു 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 കരോതു കരോതു. പുണ്യവും പുണ്യാഹ ഹേ പുണ്യം ഹേ പുണ്യവും ഹേ പുണ്യാഹ പുണ്യം പുണ്യാൻ പുണ്യേന പുണ്യാഭ്യാം പുണ്യായ പുണ്യാഭ്യാം പുണ്യേഭ്യ പുണ്യാഭ്യാം പുണ്യേഭ്യ പുണ്യസ്യ പുണ്യയോः പുണ്യാനാം പുണ്യയോः പുണ്യേഷു. അസ്തു സമീചീനം. അനന്തരം ഈ ലീലാമാനുഷ വിഗ്രഹ സമസ്തപദല്ലേ? അതെ അതെ സമസ്തവതാണ്. അതിലിപ്പം ലീലാമാനുഷ വിഗ്രഹം മതി. അപ്പൊ അത് ആകാരാന്ത പുല്ലിംഗം. അതെ അതെ, ഇതൊക്കെ ഇതിലുള്ള മുഴുവൻ അകാരാന്ത പുല്ലിംഗം തന്നെയാണ്, അകാരാന്തം തന്നെയാണ്. അപ്പൊ ഓരോന്ന് ചൊല്ലുമ്പോൾ നമുക്കത് ഒന്നുകൂടി ഓരോരോ വേറൊരു പദം കിട്ടുമ്പോൾ ചൊല്ലാനാവും. അതുകൊണ്ട് അതിനൊന്നുകൂടി പരിചിതാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി. ലീലാമാനുഷ വിഗ്രഹ. ഞാൻ ചൊല്ലാം. അസ്തു അസ്തു. ലീലാമാനുഷ അകാരാന്ത പുല്ലിംഗ ലീലാമാനുഷ വിഗ്രഹ ശബ്ദ. വിഗ്രഹത്തിന്റെ മാത്രമേ ചൊല്ലുന്നുള്ളൂ. അസ്തു. വിഗ്രഹ വിഗ്രഹൗ വിഗ്രഹാഹ ഹേ വിഗ്രഹ ഹേ വിഗ്രഹൗ ഹേ വിഗ്രഹാഹ വിഗ്രഹം വിഗ്രഹൗ വിഗ്രഹാൻ വിഗ്രഹേന വിഗ്രഹാഭ്യം വിഗ്രഹൈഹി വിഗ്രഹായ വിഗ്രഹാഭ്യം വിഗ്രഹേഭ്യഃ വിഗ്രഹാത് വിഗ്രഹാഭ്യം വിഗ്രഹേഭ്യഃ വിഗ്രഹസ്യ വിഗ്രഹയോः വിഗ്രഹാനാം വിഗ്രഹേ വിഗ്രഹയോः വിഗ്രഹേഷു. തൃതീയ വിഗ്രഹേന എന്നല്ല അത് എഴുതിയ. വിഗ്രഹേന വിഗ്രഹാഭ്യാം വിഗ്രഹൈ എന്നല്ലേ? അതുപോലെ ചതുർത്ഥി തൃതീയ വിഗ്രഹേന വിഗ്രഹാഭ്യാം വരിക. ശരിയാ, വിഗ്രഹേണ പിന്നെ ഷഷ്ടിയില് വിഗ്രഹാണെന്നാ വരിക. ചതുർത്ഥി വിഗ്രഹായിരിക്കും. നാണോ ഗ്രഹേണ സാധ്യത. എന്നുള്ളത് രാ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രാക്ക് ശേഷം സ്വരാണ്, അതുകൊണ്ട് നയായിരിക്കും വരിക. നത്വം വരും. നത്വം വരും എന്നാ തോന്നുന്നത്. അതെ അതെ, രാക്ക് ശേഷം ആയാണല്ലോ വരുന്നത്. രാന്നല്ലേ വരുന്നേ. അപ്പൊ സ്വരം വന്നാല് നത്വം വരും. സ്വരമല്ല, ഹകാരം വന്നിട്ടുണ്ടല്ലോ. അകാരാണല്ലോ വരുന്നത്. അതെ, സ്വരശബ്ദല്ലേ അത്? അല്ല, എന്നുള്ളത് അല്ലെ, ര് കഴിഞ്ഞിട്ട് ഇതല്ല രായല്ലേ വരുന്നത്. എന്നുള്ളതിന്റെ രായാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു വന്നിട്ടുണ്ടല്ലോ അല്ലെ? അത് കഴിഞ്ഞിട്ട് ഹായാണ് വരുന്നത്. അതില് എന്നാണ്. എന്നുള്ള ഈ വിഗ്രഹ എന്നുള്ളതില് രാ എന്ന് കഴിഞ്ഞാൽ അതിലെ രാ എന്ന് കഴിഞ്ഞാല് പിന്നെ ഒരു അകാരം വരുന്നുണ്ട്, ഒരു ഹകാരം വരുന്നുണ്ട് അല്ലെ? പിന്നെ അകാരവും ഹകാരവും ആണ് വരുന്നത്. ഇത് രണ്ട് വന്നാലും വിഷയമില്ല. രാ ഷ എന്നുള്ളത് കഴിഞ്ഞിട്ട് വരുന്ന നകാരത്തിന് നകാരം വരണം. അതുകൊണ്ട് ഇവിടെ വിഗ്രഹേണ എന്ന് തന്നെ വേണം. തന്നെ വേണം. അകാരം മാത്രല്ല ഹകാരവും വരുന്നുണ്ട്. എന്നാലും ഈ ഹകാരം വന്നാലും ഇടയിൽ വന്നാലും നകാരം നകാരായിട്ട് മാറണം. അത് തന്നെ വരുന്നത്. വിഗ്രഹേണ എന്ന് വേണം. അതെ 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 അതെ. ഇത് 4 വന്നാലും നത്വം വരും. ഏതാ?
അതെ അതെ. ഉം. അട്ട് അട്ട് വന്നു. വാങ് കു ആങ് നുമ്മ് ഇതൊക്കെ വന്നു കഴിഞ്ഞാല് അതെ. അപ്പൊ ഏതായാലും വിഗ്രഹേണ എന്ന് തന്നെ വേണം. അതുപോലെ വിഗ്രഹാണാം എന്ന് വരും. വിഗ്രഹാണാം എന്നും വരും. അതെ അതെ, അത് തന്നെ. ഇനി നമുക്ക് ഈ ഒരു ശ്ലോകം എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കാം. ഇതിപ്പോ ഈ രൂപം ചൊല്ലാൻ പലർക്കും ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം ചിലരൊക്കെ ആദ്യമായിട്ട് ചെല്ലുന്നതായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഈ ഇത് നോക്കിയിട്ട് ഈ ഒരു ശ്ലോകം എല്ലാവരും ഒന്ന് ചൊല്ലാം. ഞാൻ ചൊല്ലാം ആദ്യം. ചൊല്ലട്ടെ. ശ്രീകൃഷ്ണ കമലനാഥോ ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ. അസ്തു. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ. 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 ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വാസുദേവാത്മജ പുണ്യ ലീലാമാനുഷ വിഗ്രഹ. സർവേ അഭവൻ? സർവേ പാരായണം കൃതവന്തഃ വാ? കൃതവന്തഃ. സർവേ കൃതവന്തഃ വാ?
कृतवन्तः इति मन्ये। कोऽपि नास्ति चेत् नास्ति इति चिन्तयामः किल। अनन्तरम् एकं श्लोकं पठामः वा? द्वितीयं श्लोकम्। ഇനിയുണ്ടോ ആരെങ്കിലും? अस्तु द्वितीयं श्लोकं कुर्मः वा? श्री अस्तु अनन्तरं कुर्मः। श्रीवत्सकौस्तुभधरो यशोदावत्सलो हरि चतुर्भुजात्तचक्रासि गदा शङ्खाद्युधायुध। ഒറ്റപ്പദാണ്. ശ്രീവത്സകൗസ്തുഭധരോ യശോദാവത്സലോ ഹരി ശ്രീവത്സകൗസ്തുഭധരോ യശോദാവത്സലോ ഹരി. ശ്രീവത്സകൗസ്തുഭധരോ യശോദാവത്സലോ ഹരി. ചതുർഭുജാത്തചക്രാസി ഗദാശംഖാദ്യുധായുധ. അത് ഒന്ന് പദം മുറിക്കാം. ചതുർഭുജാത്തചക്രാസി ഗദാശംഖാദ്യുധായുധ. ചതുർഭുജാത്തചക്രാസി ഗദാശംഖാദ്യുധായുധ. ചതുർഭുജാത്തചക്രാസി ഗദാശംഖാദ്യുധായുധ. ഇവിടെ ഓരോന്നിന്റെ അർത്ഥമല്ല. ശ്രീവത്സ കൗസ്തുഭധര, അതാണ് ആദ്യത്തെ പദം. ശ്രീവത്സ കൗസ്തുഭധര, ധരനാണ്, കൗസ്തുഭധരനാണ്. ശ്രീവത്സ കൗസ്തുഭധരനാണ്. ശ്രീവത്സത്തെയും കൗസ്തുഭത്തെയും ധരിച്ചയാള്, അതാണ് ശ്രീവത്സ കൗസ്തുഭധര. ശ്രീവത്സം മാറിലണിഞ്ഞ് കൗസ്തുഭം കഴുത്തിൽ അണിഞ്ഞ, ശ്രീവത്സവും കൗസ്തുഭവും രണ്ടിനെയും ധരിച്ച, അണിഞ്ഞ എന്നർത്ഥം. ധര, ശ്രീവത്സ കൗസ്തുഭധര. പിന്നെ അടുത്തത് യശോദാവത്സല, യശോദയുടെ വത്സലനായിട്ടുള്ളയാള്. യശോദയ്ക്ക് വാത്സല്യം ആരോടാണോ ഉള്ളത് അവരാണ് വത്സലനാവുക. അപ്പൊ യശോദയ്ക്ക് ആരോടാണോ വാത്സല്യമുള്ളത്, യശോദയുടെ വത്സലൻ ആരാണ്, അതാണ് യശോദാവത്സല. യശോദായ വത്സല, യശോദാവത്സല. അടുത്തത് ഹരി. അടുത്തത് ഒറ്റപ്പദാണ്, സമസ്തപദാണ്. ആയുധ, ഉദ് ആയുധ, ഉത്ത് ആയുധ. ഉദ് എന്ന് പറഞ്ഞാൽ ഉയർത്തിയ എന്നർത്ഥം, ഉയർത്തിപ്പിടിച്ച ആയുധത്തോടു കൂടിയ.
ശംഖാദ്യുദായു ശംഖാദി ഉദായുധ. ശംഖ് ആദി ശംഖ് തുടങ്ങിയ, ഉത്ത് ആയുധ ശംഖ് തുടങ്ങിയ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ച. ഗദാ ശംഖാദ്യുദായുധ ഗദാ ശംഖ് മുതലായ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ച. അസി ഗദാ ശംഖാദ്യുദായുധ അസി ഗദാ ശംഖ്. അസി എന്ന് പറഞ്ഞാൽ വാളാണ്. വാള്, ഗദ, ശംഖ് തുടങ്ങിയ ആയുധങ്ങളെ പിടിച്ചയാള്. ചക്രാസി ഗദാ ശംഖാദ്യുദായുധ ചക്രം അസി. ചക്രം എന്ന് പറഞ്ഞാൽ ചക്രം തന്നെ. അസി എന്ന് പറഞ്ഞ വാള്, ഗദ, ശംഖാദ്. ചക്രവും വാളും ഗദ, ശംഖ് തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയാണ്. ചതുർഭുജാത്ത ചക്രാസി. ആത്ത ആത്ത എന്ന് പറഞ്ഞാൽ പിടിച്ച. ആത്ത ചക്രാസി ഗദാ ശംഖാദ്യുദായുധ പിടിച്ചതായ ചക്രം, വാള്, അസി വാള്, ഗദ, ശംഖ് തുടങ്ങിയവയെ ഉയർത്തി ആയുധമാക്കിയ. ചതുർഭുജാത്ത 4 ഭുജം. ചതുർഭുജം 4 ഭുജങ്ങളിൽ ആത്തമായ, 4 കൈകളിൽ പിടിച്ചതായ ചക്രം, അസി, ഗദ, ശംഖ്, ആദി ഉത് ആയുധം. അപ്പൊ 4 കൈകളിൽ പിടിച്ചതായ ചക്രം, വാള്, ഗദ, ശംഖ് തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയാണ്. അപ്പൊ അതാണ് ചതുർഭുജാത്ത ചക്രാസി ഗദാ ശംഖാദ്യുദായുധ. ഇതില് 1, 2, 3, 4 പദങ്ങളാണുള്ളത്. അതിൽ ഒരു പദം മാത്രം ഇകാരാന്തമാണ്, ബാക്കിയൊക്കെ അകാരാന്തം തന്നെയാണ്. അപ്പോഴേതായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ശ്രീവത്സ കൗസ്തുഭധര. ആരാ ഒരാള് ചൊല്ലാം? ശ്രീവത്സ കൗസ്തുഭധരോ യശോദാവത്സലോ ഹരി. അല്ല, ശ്ലോകം ചെല്ലണ്ട. ശ്ലോകം പിന്നെ ചെല്ലാം, ഇത് കഴിഞ്ഞിട്ട് ചെല്ലാം. ഇപ്പോഴ് ആ നാമങ്ങളുടെ ഇത് ചെല്ലാം, സിദ്ധരൂപം ചെല്ലാം. ശ്ലോകം പിന്നെ ചെല്ലാം, ഇത് കഴിഞ്ഞിട്ട് ചെല്ലാം. ഇത് ആചാര്യ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് ഇവിടെ ഇതിന്റെ ഡിക്ലൻഷൻസ് പറയണോ? അതായത് വിഭക്തികൾ പറയണോ? അതെ, വിഭക്തി പറയാ, ആ രൂപം ചൊല്ലുകയും ചെയ്യാം. ശ്രീവത്സ, ശ്രീവത്സ, ശ്രീവത്സൗ, ശ്രീവത്സാഹ. അത് വേണമെന്നില്ല. ശ്രീവത്സ കൗസ്തുഭധര എന്നുള്ള ഒറ്റ പദമാണല്ലോ. അപ്പൊ അതില് ശ്രീവത്സ കൗസ്തുഭധര എന്നുള്ളതിന്റെ രൂപം ചൊല്ലിയാൽ മതി. ശ്രീവത്സ കൗസ്തുഭധര, ശ്രീവത്സ കൗസ്തുഭധരൗ, ശ്രീവത്സ കൗസ്തുഭധരാഹ. ഇനി വേണമെങ്കിൽ ആദ്യത്തെ ഒരു ഇത് അങ്ങനെ ചൊല്ലിയിട്ട് പിന്നെയുള്ള രൂപം മുതൽ ധര എന്ന് മുതൽക്ക് ചൊല്ലിയാലും മതി. ധര, ധരൗ, ധരാഹ, ധരം, ധരൗ, ധരാൻ, ധരേണ, ധരാഭ്യാം, ധരൈഹി, ധരായ, ധരാഭ്യാം, ധരേഭ്യഃ, ധരാത്, ധരാഭ്യാം, ധരേഭ്യഃ, ധരസ്യ, ധരയോः, ധരാണാം, ധരൗ, ധരൗ, ധരയോः, ധരേ, 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 ധരയോः, ധരേഷു. അടുത്ത പദം ചൊല്ലട്ടെ ഗുരുനാഥ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. യശോദാവത്സല എന്നല്ലേ വരിക അടുത്ത പദം? യശോദാവത്സല. ഇപ്പൊ വത്സല എന്നുള്ളതിന്റെ പറഞ്ഞാ പോരെ? മതി മതി. അകാരാന്ത പുല്ലിംഗം വത്സല ശബ്ദ. വത്സല, വത്സലൗ, വത്സലാഹ. ഹേ വത്സല, ഹേ വത്സലൗ, ഹേ വത്സലാഹ. വത്സലം, വത്സലൗ, വത്സലാൻ. വത്സലേന, വത്സലേന, വത്സലാഭ്യാം, വത്സലൈഹി. വത്സലായ, വത്സലാഭ്യാം, വത്സലേഭ്യഃ. വത്സലാദ്, വത്സലാഭ്യാം, വത്സലേഭ്യഃ.
വത്സലസ്യ വത്സലയോः വത്സലാനാം. സപ്തമി വത്സലേ വത്സലയോः വത്സലേഷു. അസ്തു സമീചീനം. ഹരി ഓം. ഞാൻ ചെയ്യാം. അനന്തരം ഇകാരാന്ത പുല്ലിംഗഃ ഹരിശബ്ദഃ. പ്രഥമ വിഭക്തി ഏകവചനം ഹരിശബ്ദം. ഹരിഃ ഹരി ഹരേഹ ഹേ ഹരേ ഹേ ഹരി ഹേ ഹരേഹ. ഹരിം ഹരി ഹരീൻ ഹരി ഹരിണ ഹരിഭ്യാം ഹരിഭിഃ. ഹരയേ ഹരിഭ്യാം ഹരിഭ്യഃ. ഹരേഃ ഹരിഭ്യാം ഹരിഭ്യഃ. ഹരേഃ ഹര്യോः ഹരീണാം. ഹരൗ ഹര്യോः ഹരിഷു. അസ്തു സമീചീനം സമീചീനം. അടുത്ത് ചതുർഭുജാത്ത ചക്രാസി. അത് എവിടെ നിർത്തണ്ടേ? അത് ഒറ്റപ്പദാണ്. ആയുധ എന്ന് വരെ ഒറ്റപ്പദാണ്. അപ്പൊ അത് അങ്ങനെ ചെല്ലിയാൽ മതി. ആയുധ ശബ്ദം ചെല്ലിയാൽ മതി. അത് അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ ആയുധ ആയുധൗ ആയുധാ. ഹേ ആയുധ ഹേ ആയുധൗ ഹേ ആയുധാഃ. ആയുധം ആയുധൗ ആയുധാൻ. ആയുധേന ആയുധാഭ്യാം ആയുധൈഃ. ആയുധായ ആയുധാഭ്യാം ആയുധേഭ്യ. ആയുധാത് ആയുധാഭ്യാം ആയുധേഭ്യ. ആയുധസ്യ ആയുധയോ ആയുധാനാം. ആയുധേ ആയുധയോ ആയുധേഷു. അസ്തു സമീചീനം. ഇപ്പോ അതിലുള്ള രൂപങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് ഉണ്ട് വെച്ചാൽ ആ ശ്ലോകം എല്ലാരും ചൊല്ലാം. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ. 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 ശ്രീവത്സലോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധഃ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ ഹരി ചക്രാസി ഗദാശംഖാദ്യുധായുധഃ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ. ശ്രീവത്സകൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാ വത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുധായുധ.
ശ്രീവത്സകൗസ്തുഭധരോ യശോദാവത്സലോ ഹരി ചതുർഭുജാത്തചക്രാസി ഗദാശങ്കാധിതായുധ. ശ്രീവത്സ കൗസ്തുഭധരോ യശോദാവത്സലോ ഹരി ചതുർഭുജാത്തചക്രാസി ഗദാശങ്കാദ്യുധായുധ. സർവേ കൃതവന്തഃ വാ? അസ്തു. ഇദാനീം സമയഃ. ഗുരുനാഥ, അസ്തു ഒരു സംശയം ചോദിച്ചോട്ടെ? അസ്തു. ചതുർഭുജാത്ത ചക്രാസി ഗദാ ശങ്കാദ്യുതായുധ, അതിൽ ശങ്കാദ്യുതായുധ ഒന്ന് പദച്ഛേദം ഒന്നും കൂടി പറഞ്ഞു തരുമോ? എങ്ങനെയാണ്? ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 കയ്യ്. ആത്തം എന്ന് പറഞ്ഞാൽ പിടിച്ച. ചതുർഭുജത്തിൽ ആത്തമായ 4 കൈകളിൽ പിടിച്ച എന്തൊക്കെയാണ്? ചക്രം, ചക്രം തന്നെ. അസി, വാള്. ഗദ, ഗദ തന്നെ. ശംഖ്. അപ്പൊ അവിടെ ചക്രം, ശംഖ്, വാള് ആണ് വരുന്നത്. വാളും ഗദയാണ് വരുന്നത്. ഈ സാധാരണ കാണുന്ന പത്മമല്ല പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് മാത്രം. ചക്രം, അസി. അസി എന്ന് പറഞ്ഞാൽ വാളാണ്. അസിപത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പലരും. അസിപത്രവനം. ഈ എന്താ നരകത്തിൽപ്പെട്ടതാണല്ലോ അസിപത്രം. ചക്രാസി ഗദാശങ്കാദി. ചക്ര, അസി. ചതുർഭുജത്തിൽ ആത്തമായ ചക്രവും അസിയും ഗദയും ശംഖം, ഇങ്ങനെയുള്ള ഉത്ത് ആയിട്ടുള്ള ആയുധത്തോട് കൂടിയാണ്. ഉത്ത് എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നുള്ള. ആത്തം എന്ന് പറഞ്ഞാൽ പിടിച്ച എന്നുള്ള അർത്ഥത്തിലാണ്. 4 കൈയിൽ പിടിച്ചതായ ചക്രം, ശംഖ്, ചക്രം, വാള്, ഗദ, ശംഖ് തുടങ്ങിയവയെ ഉത്ത് ആയുധമാക്കിയവൻ, ഉയർത്തി ആയുധമാക്കിയവൻ. ആചാര്യ, അവിടെ സംശയം. ശംഖാന്നോ അത് ശംഖം ആദി ഉദ് ആയുധ എന്നാണോ? അങ്ങനെയുണ്ട്. ശംഖാദി, ശംഖാദി ഉദ് ആയുധ, ഉദായുധൻ. ഹരി ഓം, ഹരി ഓം. അസ്തു. സുരേന്ദ്രടാ, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, വേറെ ഒന്നുമില്ല. അവിടെ ഒരു സന്ധി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആദി എന്നുള്ളതും ഊന്ന് വരുമ്പോ. അതെ 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 അതെ. അസ്തു. ഇദാനീം സമയഃ